ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. സുവിശേഷത്തിലെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ വിവരിക്കുന്നുണ്ട്. മഗ്ദലന മറിയത്തിന് ഈശോയുടെ ദർശനം ഉണ്ടായി. മഗ്ദലന മറിയം അതിരാവിലെ ഈശോയുടെ കല്ലറയിൽ വരികയാണ്. പക്ഷേ ഈശോയുടെ ശരീരം അവിടെ കണ്ടില്ല. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈശോ വരികയാണ്. പക്ഷേ ഈശോ ആണെന്ന് മനസ്സിലാക്കുന്നില്ല. തോട്ടക്കാരനാണെന്ന് കരുതി സങ്കടത്തോടു കൂടി ചോദിക്കുക, എവിടെ നീ അവൻ്റെ ശരീരം വെച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞോ, ഞാനത് എടുത്തുകൊണ്ട് പൊക്കോളാം. നോക്കി എത്രമാത്രം സ്നേഹ മഗ്ദലന മറിയം കാണിക്കുക. ഈശോയെ തിരിച്ചറിയുന്നില്ല. ഈശോയുടെ സ്നേഹമുണ്ട്, ഈശോ തിരിച്ചറിയുന്നില്ല. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 16-ാം തിരുവചനം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയെ വിളിച്ചു, ഗുരു എന്നർത്ഥം. ഈശോ തോട്ടക്കാരനായിട്ട് അവൾ കാണുമ്പോൾ ഈശോ അവൾ വിളിക്കുകയാണ്, മറിയം. ആ ഒറ്റ വിളിയിൽ അവൾ തിരിച്ചറിയുക. അവൾ പറയും, റബ്ബോനി. ഈശോയുടെ ഒരു വിളി വന്നപ്പോൾ എല്ലാ പഴയകാല അനുഭവങ്ങളെയും അവൾ പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് പ്രതികരിക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ദൈവം മറഞ്ഞു പോയെന്ന് തോന്നുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള മേഖലകളെയെല്ലാം നീ നന്നായിട്ടൊന്ന് ഓർത്തെടുക്കുക. ദൈവം ഇടപെട്ടിട്ടുള്ള മേഖലകളെ ലൈവായിട്ട് നിനക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം നിൻ്റെ മുമ്പിൽ മറയപ്പെടില്ല. ദൈവം ലൈവായിട്ട് നിൽക്കും. നിരന്തരം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ എപ്പോഴും തിരിച്ചറിയുവാൻ, നിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനായിട്ട് ഈ വ്യക്തി നീ സഹായിക്കണമേ. ഈ ദിവസത്തിനുടെ നന്മകൾ, കൃപകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാ അതിശയവാ, നീ മാത്രമേ ദൈവമേ.